ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVSലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠഭാഗവും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പാഠഭാഗം മലയാളം മീഡിയവും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. ഓക്കെ, താഴെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നാണ് അർത്ഥം. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആർ ഗോയിങ് ഓൺ അറ്റ് തേജാസ് സ്കൂൾ. തേജയുടെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേരിയസ് പ്രോഗ്രാംസ് ആർ ഓർഗനൈസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ സോഷ്യൽ സയൻസ് ക്ലബ്ബ്. അപ്പോൾ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഓരോ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഓർഗനൈസ് ചെയ്യുന്നത്. മേഘ ടീച്ചർ ഡിവൈഡഡ് ദ ക്ലാസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ്സ് വാസ് അസൈൻഡ് എ ടാസ്ക്. അപ്പോൾ മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ഓരോ ക്ലാസ്സിലെ ഗ്രൂപ്പിനും ഓരോ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേജ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വേർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ മാഗസിൻ അബൌട്ട് ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ തേജക്കും തേജയുടെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേയെ കുറിച്ചിട്ടുള്ള ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. They decided to visit the library to collect information to be included in the magazine. അപ്പോൾ മാഗസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. The librarian is their former teacher Vinayan sir. They explain the purpose of their visit to the library. അപ്പോൾ ലൈബ്രറിയൻ എന്ന് പറയുന്നത് അവരുടെ ഫോമർ ടീച്ചറായിട്ടുള്ള ഒരു വിനയൻ സർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്തരത്തിൽ മാഗസിൻ പ്രിപ്പയർ ചെയ്യാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. Children, can you tell me who were the foreigners who ruled our country? വിനയൻ സർ ആസ്ക്ഡ്. അപ്പോൾ വിനയൻ സാർ ചോദിച്ചു, പ്രിയപ്പെട്ട കുട്ടികളെ, ആരായിരുന്നു നമ്മുടെ നാട്ടിൽ ഫോറിനേഴ്സായിട്ട് വിദേശികൾ ആരാണെന്ന് പറയാമോ രാജ്യം ഭരിച്ചിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദ ബ്രിട്ടീഷ്, ഭവ്യ സെയ്ഡ് എക്സൈറ്റ്ലി. അപ്പോൾ ഭവ്യ പറഞ്ഞു ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞു. Exactly, Bhavya. Do you know how they became our rulers? Sir asked again. Children looked at each other as if they didn't know. അപ്പോൾ സാർ വീണ്ടും ചോദിച്ചു, ഓക്കെ, മിഴുക്കിയാണ്, നല്ല കുട്ടി, ഇനി എങ്ങനെയാണ് അവർക്ക് ഈ അധികാരം കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ അറിയില്ലെന്ന രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വേണ്ടി തുടങ്ങി. സർ ഗേവ് ദം എ പിക്ചർ സ്റ്റോറി ബുക്ക് ഫ്രം ദ ലൈബ്രറി ടു റീഡ്. അപ്പോൾ ലൈബ്രറിയിൽ നിന്നും ഒരു ചിത്രപുസ്തകം, സ്റ്റോറി ബുക്ക് എടുത്തിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങളതൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. ദേ സ്റ്റാർട്ടഡ് ടു റീഡ് ദ ബുക്ക് ഈഗേർലി. അപ്പോൾ അവർ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് ആ പുസ്തകം അവർ വായിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ഒരു സ്റ്റോറി ബുക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ നോക്കൂ, എന്താണ്? ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ബൈ ഷിപ്സ് to buy spices like cardamom and black pepper and textiles like silk and cotton. അപ്പോൾ ആദ്യം ഇവർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ഷിപ്പ് വഴിയായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ സ്പൈസസ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? കാർഡമം, ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, അതുപോലെ തന്നെ സിൽക്ക്, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഗ്രാജുവലി ദേ ഒബ്റ്റെയിൻഡ് സ്പെഷ്യൽ പ്രിവിലേജസ് ഫ്രം ദ കിങ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറീസ് ഹിയർ. പിന്നെ എന്ത് ചെയ്തു? അവർ ഈ റൂളേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ, ഈ രാജാക്കന്മാരുടെ അടുത്തൊക്കെ വലിയ ഒരു സ്ഥാനം ഉണ്ടാക്കുകയും അവരായിട്ട് നല്ല ബന്ധമുണ്ടാക്കുകയും ഫാക്ടറീസൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. Then, since the rulers of different provinces in India considered each other as enemies and at war, the foreigners found it easy to enhance their power. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ഇവർ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് പരസ്പരം ഇന്ത്യയിലെ രാജാക്കന്മാർ ശത്രുക്കളായിരുന്നു. അവർ പോരടിച്ച് നിന്നിരുന്നത് കൊണ്ട് ഈ ഒരു ഫോറിനേഴ്സിന് വളരെയധികം അവരുടെ പവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. ദേ കോൺക്വേർഡ് ദ നേറ്റീവ്സ് വിത്ത് അഡ്വാൻസ്ഡ് വാർ ടാക്ടിക്സ് ആൻഡ് വെപ്പൺസ് ലൈക്ക് എ കാനൺസ് ആൻഡ് ഗൺസ്. അപ്പോൾ അവരിതിന് വേണ്ടിയിട്ട് പീരങ്കികൾ, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും അതുപോലെ തന്നെ അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള യുദ്ധതന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരെയും മറ്റുമൊക്കെ വരുതിയിലാക്കുകയാണ് ചെയ്തത്. ഇവൻച്വലി ദ ബ്രിട്ടീഷ് ടുക്ക് ഓവർ ദ princely states after exerting control over the agriculture, trade and the king themselves. മാത്രമല്ല അവരിങ്ങനെയൊക്കെ ചെയ്തതോട് കൂടിയിട്ട് പിന്നെന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ക്രമേണ ബ്രിട്ടീഷുകാർ ഓരോ സ്റ്റേറ്റ് ആയിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. കാരണം അഗ്രികൾച്ചറിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ ട്രേഡിൻ്റെ കൺട്രോൾ എല്ലാം അവരുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. ഓവർ ദ ടൈം ദ ബ്രിട്ടീഷ് ഡോമിനേറ്റഡ് ദ എൻറ്റയർ റീജിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വാസ് അണ്ടർ ദെയർ കൺട്രോൾ ഫോർ ഓൾമോസ്റ്റ് നെക്സ്റ്റ് 200 years. അപ്പോൾ
അപ്പോൾ കാലങ്ങൾ കൊണ്ട് പതുക്കെ ഇന്ത്യയിലെ മുഴുവൻ ഭാഗങ്ങളും അവർ പിടിച്ചെടുക്കുകയും മാത്രമല്ല 200ഓളം വർഷം അവരിവിടെ ഭരണം നടത്തുകയും ചെയ്തു. അവരുടെ കൺട്രോളിലായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. Then you have read the picture story book. Now answer my questions, sir continued. അപ്പോൾ സാർ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓക്കെ ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. യു ക്യാൻ ഓൾസോ ഫൈൻഡ് ആൻസർ ടു സേഴ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ സാറിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കും ഒന്ന് ആൻസർ കണ്ടെത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ? എന്തിനായിരുന്നു ഫോറിനേഴ്സ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്? എന്തിനായിരുന്നു? ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമൻ ആൻഡ് ബ്ലാക്ക് പെപ്പർ, ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ. അവർ ഏലം, കുരുമുളക് തുടങ്ങിയ സ്പൈസസ് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സിൽക്ക്, കോട്ടൺ തുടങ്ങിയ ടെക്സ്റ്റൈൽസിന് വേണ്ടിയിട്ടായിരുന്നു അവർ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ദ ഫോറിനേഴ്സ് കുഡ് ഈസിലി എസ്റ്റാബ്ലിഷ് പവർ ഇൻ ഇന്ത്യ? എങ്ങനെയായിരുന്നു വളരെ ഈസി ആയിട്ട് അവർക്ക് ഇന്ത്യയിൽ അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? റൂളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊവിൻസസ് ഇൻ ഇന്ത്യ കൺസിഡർ ഈച്ച് ഓഫ് ദം ആസ് എനിമീസ്. അപ്പോൾ ഇന്ത്യയിലെ രാജാക്കന്മാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ട് പോരടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഓരോ പ്രൊവിൻസും പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റി. തേർഡ് ക്വസ്റ്റ്യൻ, വൈ വർ ഇന്ത്യൻസ് ഇനാബിൾ ടു ഹോൾഡ് ദെയർ ഓൺ ഇൻ ദ സ്ട്രഗിൾ വിത്ത് ദ ബ്രിട്ടീഷ്? ബ്രിട്ടീഷുകാരുടെ പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാണ്? ദേ കോൺക്വേർഡ് ദ നേറ്റീവ്സ് വിത്ത് അഡ്വാൻസ്ഡ് ടാക്ടിക്സ് ആൻഡ് വെപ്പൺസ് ലൈക്ക് കാനൺസ് ആൻഡ് ഗൺ. അവരുടെ അടുത്ത് പീരങ്കി, തോക്ക് പോലെയുള്ള ആയുധങ്ങളും യുദ്ധരീതികളും അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ അടുത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഓരോ പ്രൊവിൻസും കോൺക്വർ ചെയ്യാൻ വേണ്ടി പറ്റി. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാർ ഇതൊക്കെ നടത്തി. പിന്നെ എന്താ സംഭവിച്ചത്? ഇന്ത്യയിലെ ജനങ്ങൾ വെറുതെ ഇരിക്കുമോ? ഇല്ല, അവരും പരസ്പരം അങ്ങോട്ട് പോരടിക്കാൻ വേണ്ടി തുടങ്ങി. ഓ ദ പീപ്പിൾ ഓഫ് അവർ കൺട്രി സഫേർഡ് എ ലോട്ട് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഡിഡിൻ ദേ സർ? നീന ആസ്ക്ഡ്. അപ്പോൾ നീന ചോദിക്കുകയാണ്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. ദാറ്റ്സ് റൈറ്റ്, ശരിയാണ്. ദ പീപ്പിൾ ഹൂ വേർ സഫറിങ് സ്റ്റാർട്ടഡ് എ പ്രൊട്ടസ്റ്റ് against the British in various places. They protested by breaking the laws, declaring non-cooperation and organizing marches. വിനയൻ സർ റിപ്ലൈഡ്. അതേ പൊറുതുവിട്ടിയ ജനങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ തുടങ്ങി. അവരെന്ത് ചെയ്തു? ലോസ് ഒക്കെ ബ്രേക്ക് ചെയ്തു, നിയമങ്ങളൊക്കെ ലംഘിച്ചു, അതുപോലെ തന്നെ നോൺ കോപ്പറേഷനൊക്കെ ഡിക്ലെയർ ചെയ്തു, മാർച്ചസ് ഒക്കെ ഓർഗനൈസ് ചെയ്തു. അങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിച്ചിട്ടുണ്ടായിരുന്നത്. Such protests are known as the freedom struggle. Naveen doubt came within no time. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നവീന് ചോദിക്കുകയാണ്, ഇതിനെയല്ല നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. സ്മാർട്ട് ബോയ് സർ കൺഗ്രാജുലേറ്റഡ് നെവീൻ വിത്ത് ദ പാറ്റ് ഓഫ് ഹിസ് ഷോൾഡർ. അപ്പോൾ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറയാണ് വെരി ഗുഡ് സ്മാർട്ട് ബോയ് എന്ന് പറയാണ്. കാരണം അതിനെയാണ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത്. നോ ലെറ്റ്സ് നൗ know about the some of the important events of the freedom struggle. He picked a book from the cupboard and gave it to children. അപ്പോൾ കുട്ടികൾക്ക് ഒരു പുസ്തകം കൊടുത്തിട്ട് പറയാണ്, ഇനി നമുക്ക് ഈ ഒരു ഫ്രീഡം സ്ട്രഗിളിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇവൻസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. റീഡ് ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ ചിൽഡ്രൻ ഫ്രം ദ ബുക്ക്. അപ്പോൾ ആ ബുക്കിൽ നിന്നും കുട്ടികൾ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോൾട്ട് സത്യാഗ്രഹയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോൾട്ട് സത്യാഗ്രഹം 1930 നടന്നിട്ടുള്ളത്. അറ്റ് ദാറ്റ് ടൈം മെനി ഇന്ത്യൻസ് വെർ എൻഗേജ്ഡ് ഇൻ ദ വർക്ക് ഓഫ് പ്രൊഡ്യൂസിങ് സാൾട്ട് ബൈ ഡ്രെയിനിങ് സീ വാട്ടർ. അപ്പോൾ ആ സമയത്ത് സീ വാട്ടറൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഒരുപാട് സോൾട്ട് ഉപ്പുണ്ടാക്കുന്ന വർക്കിൽ ഒരുപാട് ആളുകൾ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻസ് എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ക്രൂവൽ ബ്രിട്ടീഷ് റൂളേഴ്സ് ഡിക്ലെയർ ദാറ്റ് ഇന്ത്യൻസ് മസ്റ്റ് പേ ടാക്സ് ഫോർ എക്സ്ട്രാക്റ്റിംഗ് സോൾട്ട്. അപ്പോൾ ഈ സോൾട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടാക്സ് ഇന്ത്യൻസ് നൽകണമെന്ന് ബ്രിട്ടീഷുകാർ ഡിക്ലെയർ ചെയ്തു. അതാണ് ഇവിടെ ഈ ഒരു സോൾട്ട് സത്യാഗ്രഹം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ദോസ് ഹൂ മെയ്ഡ് സോൾട്ട് വിതൗട്ട് പേയിങ് ദ ടാക്സ് വെർ ഇംപ്രൻസ്ഡ്. ഗാന്ധിജി ഓർഗനൈസ്ഡ് ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ദിസ്. അപ്പോൾ പക്ഷെ എന്താണ്, അവിടുത്തെ ആളുകൾക്ക് ആകെ ഉണ്ടായിരുന്നൊരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ എന്ത് ചെയ്യണം, തടവിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെതിരെയായിരുന്നു ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ദേ മാർച്ച്ഡ് ഇൻ എ procession to Dandi beach, a place far away from Gandhiji സബർമതി ആശ്രമം. അപ്പോൾ സബർമതി ആശ്രമത്തിൽ നിന്നും വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്കാണ് അവരെന്ത് ചെയ്തത്, മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. Then, taking a handful of salt from the sea, Gandhiji said, even if these hand holding salt are crushed, they will not give up the
salt. അപ്പോൾ എന്താ പറയുന്നത്, അവിടെ നിന്നും ഒരു പിടി ഉപ്പ് കയ്യിലെടുത്തുകൊണ്ട് പറയാണ് ഈ സാൾട്ട് ഈ ഉപ്പ് പിടിച്ച കൈ തകർക്കപ്പെട്ടാലും ഉപ്പ് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയാണ്. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് സാൾട്ട് സത്യാഗ്രഹ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. അപ്പോൾ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ഈ സാൾട്ട് സത്യാഗ്രഹയെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. എന്തൊക്കെയിലുണ്ടായിരിക്കണം? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് സാൾട്ട് സത്യാഗ്രഹ. സാൾട്ട് സത്യാഗ്രഹം നടന്നിട്ടുള്ള ഡേറ്റും പ്ലേസ് ഉണ്ടായിരിക്കണം. ഗാന്ധിജീസ് ലീഡർഷിപ്പിനെ കുറിച്ച് പറയണം. ദണ്ഡി മാർച്ചിനെയും കുറിച്ച് നമ്മളവിടെ പറയണം. അപ്പോൾ അത്തരത്തിലുള്ള പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാൾട്ട് സത്യാഗ്രഹ സ്റ്റാർട്ടഡ് ഓൺ March 12, 1930 ഫ്രം സബർമതി ആശ്രമം ടു ദണ്ഡി ഓൺ 6th April 1930. അപ്പോൾ സാൾട്ട് സത്യാഗ്രഹം നടന്നിട്ടുള്ളത് മാർച്ച് 12 1913 സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് ആയിരുന്നു. അഥവാ 1930 ഏപ്രിൽ 6 വരെയായിരുന്നു ഇതുണ്ടായിരുന്നത്. Gandhiji and his followers started Salt Satyagraha march from Sabarmati Ashram to Dandi and the break the salt law. അപ്പോൾ ഈ സാൾട്ട് ലോനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ ഒരു സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ദണ്ഡി മാർച്ച് ഈസ് ഓൾസോ നോൺ ആസ് സാൾട്ട് സത്യാഗ്രഹ. അപ്പോൾ ഈ ദണ്ഡി മാർച്ചിനെയാണ് നമ്മൾ സാൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത്. The reached Dandi were the gather salt from the sea and boil water to produce salt openly defined the British law. അപ്പോൾ ബ്രിട്ടീഷ് ലോക്ക് എതിരെയായിട്ടുള്ള ഒരു മാർച്ചായിരുന്നു ഇത്. മാത്രമല്ല അവർ ദണ്ഡി അവിടെ സോൾട്ട് ഉണ്ടാക്കുകയും അവിടെ ബോയിൽ ചെയ്തിട്ട് അവിടെ സീ വാട്ടർ ബോയിൽ ചെയ്തിട്ട് സോൾട്ട് ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഗാന്ധിജി ഒരു പിടിയെടുത്തുകൊണ്ട് പറയുകയും ചെയ്തു, എന്താണ്, ഉപ്പ് പിടിച്ച കൈകൾ ഞാൻ തകർക്കപ്പെട്ടാലും ഞാൻ ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് 1942 വിനിയൻസ് ആർ ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡയറി ഓഫ് എ ഫ്രീഡം ഫൈറ്റർ ടു ദ ചിൽഡ്രൻ. അപ്പോൾ ഫ്രീഡം ഫൈറ്ററുടെ ഒരു ഡയറിയാണ് ഇവിടെ കുട്ടികൾക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. 1942 August 8 today was the day I got immense enthusiasm and energy in the freedom struggle. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും എന്തൂസിയാസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഊർജ്ജം ലഭിച്ച ദിവസമായിരുന്നു ഇന്നെന്നാണ് പറയുന്നത്. I had the privilege of attending the Bombay conference of Indian National Congress where the demand for Quit India was പാഷനേറ്റ്ലി പ്രസൻറ്റഡ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ഒരു ആവശ്യം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദ മീനിങ് ഓഫ് ദിസ് സ്ലോഗൻ വാസ് ക്ലിയർ ആൻഡ് റെസല്യൂട്ട്, ലീവ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ലോഗൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്ത്യ വിടുക എന്നുള്ളതായിരുന്നു. ദെൻ Gandhiji reminded us that this must be the most powerful agitation for freedom. അപ്പോൾ മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്നിട്ടുള്ള ഒരു സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ബാപ്പുജി called everyone to do or die ഇൻസ്പയർഡ് ബൈ ഹിസ് വേർഡ്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡു, നിങ്ങൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഡൈ, അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. ഐ ഫൗണ്ട് മൈ സെൽഫ് സ്റ്റാൻഡിങ് അപ്പ് വിത്തൗട്ട് നോയിങ് ആൻഡ് റൈസിങ് മൈ ഫിസ്റ്റ് ആൻഡ് ഷൗട്ടിങ് വിത്ത് ഓൾ മൈ മൈറ്റ് ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു പോയി. എന്ത്? ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ എന്നുള്ളത് വിളിച്ചു പോയി എന്നാണ് ഇതിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ഗാന്ധിജീസ് എക്സ്പോർട്ട് 1000 of people must have participated in the struggle is in sir തേജസ് ആസ്ക്. അപ്പോൾ തേജസ് ചോദിക്കുകയാണ്, ഗാന്ധിജിയുടെ ഈ ഒരു ഇത് കേട്ടതോട് കൂടിയിട്ട് ആഹ്വാനം അനുസരിച്ച് 1000 പങ്കെടുത്തിട്ടുണ്ടാകുമല്ലേ എന്ന് ചോദിക്കുകയാണ് തേജസ്. Then of course the slogan of this movement echoed all over India. It gave people more power and strength, Sir replied. തീർച്ചയായിട്ടും ഈ സമരത്തിലെ മുദ്രാവാക്യം എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും മാത്രമല്ല ജനങ്ങൾ ഇതിനെ ജനങ്ങൾക്കിടയിൽ മുഴുകി കേൾക്കുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. Collect the following information about the Quit India movement with the help of your class library and prepare a note. അപ്പോൾ താഴെയുള്ള ഈ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാണ്. August 9 ലീഡേഴ്സ് ഹു ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ആരൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അരുണ ആസഫ് അലി, ഇവരൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്.
തേർഡ് ക്വസ്റ്റ്യൻ, റിസൾട്ട് ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ്. ഈ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? Intensifies the demand of independence, weakened and British rule and strong of national unity among the diverse groups in India. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു നാഷണൽ യൂണിറ്റ് കൊണ്ടുവരാനും മാത്രമല്ല ഈ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ഡിമാൻഡ് കൂട്ടാനും ഈ ഒരു സമരം കാരണമായി എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ, കേരളത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു ഈ ഫ്രീഡം സ്ട്രഗിള് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. Then there are many agitations in Kerala to ask Naveen. അപ്പോൾ നവീന് പറയാണ് കേരളത്തിലും ധാരാളം സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അജിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകുമല്ലേ എന്ന് ചോദിക്കുകയാണ്. യെസ്, ദ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ലെഡ് ബൈ ഗാന്ധിജി ഓൾസോ സ്പ്രെഡ് ഇൻ കേരള. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളൊക്കെ കേരളത്തിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? അലയൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദ സോൾട്ട് ലോ വാസ് വയലേറ്റഡ് ബൈ പയ്യന്നൂർ ബീച്ച് ഇൻ കണ്ണൂർ. അപ്പോൾ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പ് നിയമം ലംഘിക്കപ്പെടുകയാണ്. ഈ സോൾട്ട് ലോ വയലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കെ കേളപ്പം ആക്ടഡ് ആസ് ദ ലീഡർ ഓഫ് ദ മൂവ്മെൻറ്റ്. ലേറ്റർ ഹി വാസ് നോൺ ആസ് ദ കേരള ഗാന്ധി. അപ്പോൾ കെ കേളപ്പനായിരുന്നു ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു സോൾട്ട് ലോ വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിൽ ഉണ്ടായിരുന്നത്, ലീഡറായിട്ട് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ കേരള ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്, വിളിക്കുന്നത്. Sir, who were the other leaders who led the freedom struggle in Kerala? അപ്പോൾ the children were curious to know more. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ചോദിക്കുകയാണ്, കെ കേളപ്പം മാത്രമാണോ, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കേരളത്തിൽ ഫ്രീഡം സ്ട്രഗിളിൽ പ്രവർത്തിച്ചിരുന്നത്, ആരൊക്കെയായിരുന്നു? There are 100 of people like TK മാധവൻ, KP കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, AK ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ ആൻഡ് അതേഴ്സ് സർ റിക്കോൾഡ് ആൻഡ് സെഡ്. അപ്പോൾ സാർ പറഞ്ഞു നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ TK മാധവന്, KP കേശവ മേനോന്, മുഹമ്മദ് അബ്ദുൾ റഹ്മാന്, AK ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയവരൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. Then next, the children took note all the information given by sir. അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾ എന്ത് ചെയ്തു? ഒരു പുസ്തകത്തിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. Then find out the write down the major freedom struggle that took place in Kerala. അപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് ഫ്രീഡം സ്ട്രഗിൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മലബാർ റെബല്ലിയൻ ആണ്, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, മാപ്പിള റെബല്ലിയൻ, ദെൻ ആറ്റിങ്ങൽ റിവോൾട്ട്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടും കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് മാത്രമല്ല അറിഞ്ഞും അറിയാതെയുമായിട്ടുള്ള ഒരുപാട് ഫ്രീഡം സ്ട്രഗിൾസ് വേറെയും നടന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെയാണെന്നും മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രീഡം ലീഡേഴ്സ് അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളാരാണ്? നമ്മളെപ്പോഴും കേൾക്കുന്നത് മഹാത്മാഗാന്ധിയാണ് അല്ലേ. Children, do you know the leader who inspired freedom fighters all over India? Sir asked this question and quickly they replied Gandhiji. അപ്പോൾ ഇന്ത്യയിൽ ആകെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായിട്ടുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിക്കുകയാണ് കുട്ടികളുടെ അടുത്ത്. കുട്ടികൾ എന്ത് പറഞ്ഞു? ഗാന്ധിജി എന്ന് സംശയമില്ലാതെ പറയാൻ വേണ്ടി പറ്റും അല്ലേ. Now read the information they collected about Gandhiji from the books in the library. അപ്പോൾ ലൈബ്രറിയിൽ നിന്നും എടുത്ത ഒരു പുസ്തകത്തിലെ കാര്യങ്ങളാണ്, ഗാന്ധിജിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണുള്ളത്. ഗാന്ധിജി വാസ് ബോൺ ഇൻ പോർബന്ദർ, ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഹിസ് റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ളതാണ്. He left his job as a lawyer in South Africa and returned to India to join the freedom struggle. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ആരായിരുന്നു? അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ലോയർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിലെത്തിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് പങ്കുചേരുകയാണ് ചെയ്യുന്നത്. Through his simple way of living, high thinking and warm interaction, he rose to become the leader of India. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർന്ന ചിന്താഗതിയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇന്ത്യയിലെ നേതാവായിട്ട് മാറുകയാണ് ചെയ്തത്. Truth and non-violence were always evident in his words and actions. അപ്പോൾ സത്യവും അഹിംസയും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Children affectionately called him Bapuji. He led important movements like the
Champaran movements 1917 and the non-cooperation movement 1920, the Salt Satyagraha 1930, the Quit India movement 1942. അപ്പോൾ ഇദ്ദേഹത്തെ കുട്ടികളൊക്കെ വിളിച്ചിരുന്നത് എന്താണ്? ബാപ്പുജി എന്നുള്ളതായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ട് പങ്കെടുത്തിട്ടുള്ള മെയിനായിട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ചമ്പാരൻ മൂവ്മെൻറ്റ്സ് ആണ് 1917 അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്സ്, സോൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇതിലൊക്കെയായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. Then collect more information about Gandhiji from your school magazine and prepare short notes. Prepare a Gandhiji magazine as group activity. അപ്പോൾ ഗാന്ധിജിയെ കുറിച്ചിട്ട് താഴെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതണം. അപ്പോൾ സ്കൂൾ ലൈബ്രറിയിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് മാഗസിനിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. തന്നിട്ടുള്ള പോയിന്റ്സ്: ബർത്ത് പ്ലേസ് ഉണ്ടായിരിക്കണം, പാരൻസ്, ഓട്ടോബയോഗ്രഫി, ലൈഫ് സ്റ്റൈല്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ബർത്ത്, ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾസ്. ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു നോട്ട് എഴുതാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോട്ട് നമുക്കൊന്ന് നോക്കാം. മഹാത്മാഗാന്ധി എന്ന് ഹെഡിങ് കൊടുക്കുക. Mahatma Gandhi was born on October 2, 1869 in Porbandar, Gujarat. അപ്പോൾ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഹിസ് ഫാദേഴ്സ് നെയിം വാസ് കരംചന്ദ് ഗാന്ധി ആൻഡ് ഹിസ് മദേഴ്സ് നെയിം വാസ് പുത്ലിബായ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്ന് പറയുന്നത് കരംചന്ദ് ഗാന്ധിയും അമ്മയുടെ പേര് പുത്ലിബായിയുമാണ്. ഹി ലീവ്ഡ് എ വെരി സിമ്പിൾ ലൈഫ് വിയറിംഗ് ഖാദി ക്ലോത്ത്സ് ആൻഡ് ഈറ്റിംഗ് സിമ്പിൾ ഫുഡ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ലൈഫിലായിരുന്നു. ഖാദി വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഹി ഓൾവേസ് സ്പോക്ക് ദ ട്രൂത്ത് ആൻഡ് ബിലീവ്ഡ് ഇൻ നോൺ വയലേഷൻ. അപ്പോൾ അദ്ദേഹം എപ്പോഴും സത്യമായിരുന്നു പറഞ്ഞിരുന്നത്, മാത്രമല്ല നോൺ വയലേഷൻ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഗാന്ധിജി റോട്ട് ഹിസ് ലൈഫ് സ്റ്റോറി ഇൻ എ ബുക്ക് കോൾഡ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്നുള്ളത്. ഹി വാസ് കൈൻഡ്, ബ്രേവ് ആൻഡ് പീസ് ലവിങ്. അപ്പോൾ അദ്ദേഹം എന്താണ്? വളരെ കൈൻഡായിട്ട്, വളരെ ബുദ്ധിമാനും അതുപോലെ തന്നെ വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു. ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ദ യൂസ്ഡ് നോൺ വയലേഷൻസ് ആൻഡ് ട്രൂത്ത് ഹാസ് ഹിസ് മെയിൻ വെപ്പൺസ്. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് നോൺ വയലേഷൻ എന്നുള്ളത് തന്നെയായിരുന്നു. ഹി ലെഡ് മെനി ഫ്രീഡം മൂവ്മെൻറ്റ്സ് ലൈക്ക് ദ സോൾട്ട് മാർച്ച് ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഫ്രീഡം മൂവ്മെൻറ്റ്സിൽ പങ്കെടുത്തിട്ടുണ്ട്, അത് നയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും സോൾട്ട് മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അതൊക്കെ അതിൽ പെടുന്നതാണ്. ഹിസ് എഫേർട്സ് ഹെൽപ്ഡ് ഇന്ത്യ ഗെയിൻ ഇൻഡിപെൻഡൻസ് ഇൻ 1947. അപ്പോൾ 1947 അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. വി കോൾ ഹിം ദ ഫാദർ ഓഫ് നേഷൻ ആൻഡ് ലവിംഗ്ലി റിമെമ്പർ ഹിം ആസ് ബാപ്പുജി. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ഫാദർ ഓഫ് നേഷൻ എന്നുള്ളതും വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ബാപ്പുജി എന്നും ഓർക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഗാന്ധിജിയെ കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ലീഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള നെഹ്റുവിനെ കുറിച്ചിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ക്യാൻ യു ഗെസ് ദ പേഴ്സൺ ഫ്രം ദ ക്ലൂസ് ഗിവൺ ബിലോ? വിനയൻ സർ കണ്ടിന്യൂ. അപ്പോൾ വിനയൻ സാർ കണ്ടിന്യൂ ആയിട്ട് ചോദിക്കുകയാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ഹി വർക്ക്ഡ് വിത്ത് ഗാന്ധിജി അറ്റ് ദ ഫെയർ ഫ്രണ്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഫ്രീഡം സ്ട്രഗിളിന് മുൻനിരയിൽ ഗാന്ധിജിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. സെക്കൻഡ് പോയിന്റ്, ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. തേർഡ് വൺ, ഹി വാസ് ദ വൺ ഹു ഡിക്ലെയർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിൽഡ്രൻ ഫോൺലി കോൾഡ് ഹിം ചാച്ചാജി. അപ്പോൾ കുട്ടികൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ചാച്ചാജി എന്ന് വിളിക്കും. ആരായിരുന്നു കൂട്ടുകാരെ ഇത്? എവ്രി വൺ ആൻസർ ടുഗെദർ ജവഹർലാൽ നെഹ്റു. അപ്പോൾ എല്ലാ കുട്ടികളും ഒരുമിച്ച് ആൻസർ പറഞ്ഞു, ഇത് ജവഹർലാൽ നെഹ്റു ആണെന്ന്. Find the answers to the following questions about Jawaharlal Nehru using the books in the class library. അപ്പോൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് താഴെയുള്ള ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം കണ്ടെത്തണം. ഫസ്റ്റ് വൺ, വെൻ ഈസ് നെഹ്റൂസ് ബർത്ത്ഡേ? ഇൻ വാട്ട് നെയിം ഡു വി സെലിബ്രേറ്റ് ദിസ് ഡേ? എന്നാണ് നെഹ്റുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്? നവംബർ 14 ആണ്. അപ്പോൾ എന്തായിട്ടാണ് നമ്മളിത് ആഘോഷിക്കുന്നത്? ചിൽഡ്രൻസ് ഡേ ആയിട്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവിടെ എഴുതി കൊടുക്കുക, ചിൽഡ്രൻസ് ഡേ നമ്മളന്ന് ആഘോഷിക്കുന്നത് ചിൽഡ്രൻസ് ഡേ ആയിട്ടാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് നെഹ്റൂസ് ഓട്ടോബയോഗ്രഫി? അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻ ഓട്ടോബയോഗ്രഫി ടു ഫ്രീഡം എന്നുള്ളതാണ്. ഓക്കെ, പ്രിപ്പയർ എ സ്പീച്ച് അബൌട്ട് ജവഹർലാൽ നെഹ്റു, കളക്ട് മോർ ഇൻഫർമേഷൻ ആൻഡ് പ്രസന്റ് ടു ദ ക്ലാസ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സംഘടിപ്പിച്ചിട്ട് നിങ്ങളൊരു സ്പീച്ച്, ഒരു പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കാം.
Sir also introduced other leaders who played an important role in the freedom struggle to the children. അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു കുറച്ച് ആളുകളെ കൂടെ സാറ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ആരൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ഗംഗാധർ തിലക്, ഭഗത് സിംഗ്, അരുണ ആസഫ് അലി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇവരൊക്കെ പ്രധാനമായിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ, നൗ യു ആർ ഫെമിലിയർ വിത്ത് സം ഓഫ് ദ ലീഡേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തിട്ടുള്ള കുറച്ച് ആളുകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയല്ലേ. ഐഡന്റിഫൈ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ലീഡേഴ്സ് റിലേറ്റഡ് ടു ദ ഫാക്ട്സ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കുറച്ച് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണോ പങ്കെടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ പേര് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, the first woman to become the president of the Indian National Congress known as the Nightingale of India. അപ്പോൾ ഇന്ത്യയുടെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. Second one, he took up arms and fought bravely against the British. He was hanged at the age of 23. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടിയിട്ട് 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ആളായിരുന്നു ഭഗത് സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഷീ ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഷീ ഈസ് ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നതും ആരെയാണ്? അരുണ ആസഫ് അലി ആയിരുന്നു. അരുണ ആസഫ് അലി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഹി പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ബൈ യുണൈറ്റിംഗ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അയൺ മാൻ എന്ന് വിളിക്കപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ യൂണിയന്റെ ഫോർമേഷനും കാരണമായിട്ടുള്ള വ്യക്തി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഹി ഫോംഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ആൻഡ് ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് നോൺ ആസ് നേതാജി. അപ്പോൾ നേതാജി എന്ന പേരിൽ വിളിക്കപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അതാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്വരാജ് ഈസ് മൈ ബർത്ത്ഡേ ആൻഡ് ഐ ഷോൾ ഹാവ് ഇറ്റ് നോൺ ആസ് ലോക്മാന്യ. ലോക്മാന്യ എന്നറിയപ്പെടുന്നതും സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതും ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. Then next, ബാലഗംഗാധർ തിലക് ആയിരുന്നു. നെക്സ്റ്റ് വൺ, ദ ഗുരു ഹു ഗൈഡഡ് ഗാന്ധിജി ഇൻ ടു പൊളിറ്റിക്സ്, ഫൗണ്ടർ ഓഫ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരുവാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന ഫൗണ്ട് ചെയ്തിട്ടുള്ളതും ഇദ്ദേഹമായിരുന്നു. അതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. നെക്സ്റ്റ് വൺ, ഫോളോഡ് ഗാന്ധിജീസ് ഐഡിയൽസ് നോൺ ആസ് ഫൗണ്ടിയർ ഗാന്ധി. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടരുകയും അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുകയും ചെയ്യുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഓക്കെ, കളക്ട് പിക്ചേഴ്സ് ഓഫ് അതർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ എ വാൾ പോസ്റ്റർ. അപ്പോൾ മറ്റുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു വാൾ പോസ്റ്റർ തയ്യാറാക്കുക. ഇഫ് ദർ ആർ പീപ്പിൾ ഇൻ യുവർ ലൊക്കാലിറ്റി ഹു ക്യാൻ ഷെയർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻ്റർവ്യൂ ദം ആൻഡ് ഗ്യാദർ ഇൻഫർമേഷൻ. ഇപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് സ്വാതന്ത്ര്യ സമരത്തെ പങ്കെടുത്തവരോ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയുന്ന ആളുകളോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊരു ഇൻ്റർവ്യൂ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓൾസോ ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ആർ പ്ലേസസ് റിലേറ്റഡ് ടു ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ യുവർ ഏരിയ. മാത്രമല്ല നിങ്ങളുടെ ഏരിയയുമായി ബന്ധപ്പെട്ട് ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളുണ്ടെങ്കിലും അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയാണ്. Children prepared an Independence Day magazine incorporating the information gathered from the വിനയൻ സാർ. അപ്പോൾ വിനയൻ സാറിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ എന്താണ്? ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്യുകയാണ്. റീഡ് ദ ഇൻഫർമേഷൻ ഇൻ ദ മാഗസിൻ റിലീസ്ഡ് ബൈ മേഘ ടീച്ചർ. അപ്പോൾ മേഘ ടീച്ചർ അതൊന്ന് റിലീസ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഇവർ കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് മെനി പ്രൊട്ടസ്റ്റ് വെർ ഓർഗനൈസ്ഡ് ഓൾ ഓവർ ഇന്ത്യ for freedom. The words of leaders like Gandhiji inspired the protesters and energized the movements. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചു. ഗാന്ധിജിയെ പോലെയുള്ള നേതാക്കളുടെ വാക്കുകളും സമരങ്ങൾക്ക് ഒരു ഊർജ്ജം അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ അവ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സം ഓഫ് ദ പ്രൊട്ടസ്റ്റ് ടേൺഡ് വയലന്റ്. മെനി പീപ്പിൾ ടുക്ക് അപ്പ് ആംസ് ടു ഫൈറ്റ്
against the British, many of them lost their lives. അപ്പോൾ ചില സമരങ്ങൾ വളരെ കലാപങ്ങളായിട്ട് മാറുകയും നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടുകയും അവരിൽ കുറേ പേര് മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സംഭവിച്ചത് the leaders who led the protest were imprisoned against several times. Thousands of people were arrested along with them. Strict laws were imposed on Indians. അപ്പോൾ ഇങ്ങനെ സമരങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫലം എന്ന് പറയുന്നത് എന്താണ്? ആ സമരങ്ങൾക്ക് ആരാണോ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ ജയിലിലടക്കുകയൊക്കെ ചെയ്തു. അവർക്കൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റിലാവുകയും ഇന്ത്യക്കാർക്ക് മേൽ കഠിനമായിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനൊക്കെ ബ്രിട്ടീഷുകാർ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Finally, as a result of continuous protests and discussions, the British were forced to hand over the rule of India to the Indians. അപ്പോൾ പിന്നെ അതിനുശേഷം എന്താണ് സംഭവിക്കുക അവിടെ? അതിനുശേഷം സംഭവിക്കുന്നത് ഇവരെയൊക്കെ ജയിലിലടക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ പുറത്തുള്ള ആളുകളൊക്കെ നിരന്തരമായിട്ട് സമരങ്ങളും ചർച്ചകളുടെ ഒക്കെ ഫലമായിട്ട് ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതയാവുകയാണ് ചെയ്യുന്നത്. ഓൺ ഓഗസ്റ്റ് 15, 1947, ഇന്ത്യ വാസ് ഡിക്ലെയർ ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ ബ്രിട്ടീഷ് റൂൾ. ജവഹർലാൽ നെഹ്റു വാസ് ഷോൺ ഈസ് ആസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അപ്പോൾ 1947 അർദ്ധരാത്രിയിലായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വരികയും ചെയ്തു. ഓക്കെ, ഇനി while the world is asleep at midnight, India is awaking to freedom and life. Nehru said that with enthusiasm. അപ്പോൾ നെഹ്റു വളരെ ആവേശത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് ഈ അർദ്ധരാത്രിയിൽ ലോകം എന്താണ് ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നു എന്നാണ് പറയുന്നത്. Did you read the facts related to India's independence? അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു അല്ലേ? യൂസ് ദ സ്കൂൾ ലൈബ്രറി ടു കളക്ട് മോർ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബുക്സ് ഉണ്ട് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റിനെ കുറിച്ചിട്ടും ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചിട്ടും എങ്ങനെയൊക്കെയാണ് ഫ്രീഡം കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ കൂട്ടുകാർ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി ഇവിടെ ഒരു പ്രവർത്തനം നമുക്ക് തന്നിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. റെസ്പോണ്ട് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ബൈ മാർക്കിംഗ് ദ അപ്രോപ്രിയേറ്റ് സിംബൽസ് ഇൻ ദ ബോക്സ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഇതിൽ കറക്റ്റ് ഏതാണ് അല്ലെങ്കിൽ റോങ് ഏതാണ് എന്ന് അടയാളപ്പെടുത്താനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഫ്രീഡം വി എൻജോയ് ടുഡേ വാസ് അച്ചീവ്ഡ് ബൈ ദ സാക്രിഫൈസ് ഓഫ് മെനി ലീവ്സ്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ശരിയാണല്ലേ? അപ്പോൾ നമുക്ക് ടിക്ക് കൊടുക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വി മസ്റ്റ് ഹോണറബിളി റിമെമ്പർ ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഫോർ അസ്. അഥവാ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ നാം ആദരവോട് കൂടിയിട്ട് ഓർക്കേണ്ടതുണ്ട് അല്ലേ? അതും ശരിയാണ്. നമ്മളവരെ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ദ ഫ്രീഡം ദാറ്റ് വി ഹാവ് ഗെയിൻഡ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റ് ആൻഡ് ഷെയർഡ്. മാത്രമല്ല നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവെക്കുകയും വേണം. അതും ശരിയാണ്. ആസ് ഇന്ത്യൻസ് വി മസ്റ്റ് ബി പ്രൗഡ് ആൻഡ് പാട്രിയോട്ടിക്. നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം. അതും ശരിയാണ്. വി മസ്റ്റ് സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഗ്രാൻഡ്ലി എവ്രി ഇയർ. എല്ലാ വർഷവും നമ്മൾ വളരെ ഗ്രാൻഡായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കണം. അതും ശരിയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്, നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഇനി താഴെ നോക്കൂ. കളക്ട് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആൻഡ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഫ്രം ദ ഇൻ്റർനെറ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം. അപ്പോൾ ന്യൂസ് പേപ്പറിൽ നിന്നിട്ടും ഇന്ത്യ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾസോ പിക്ചേഴ്സോ ന്യൂസ് പേപ്പറിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ കളക്ട് ചെയ്യുക, എന്നിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ ജസ്റ്റ് ചെയ്ത് നോക്ക്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഫ്രീഡം ഒക്കെ കിട്ടി, ഇനി നമുക്ക് എന്ത് വേണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം അല്ലേ? You must have noticed that some parts of the constitution are included at the beginning and ending of your textbook. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ബിഗിനിങ്ങിൽ, അതിൻ്റെ തുടക്കത്തിലും അതുപോലെ തന്നെ അതിൻ്റെ എൻഡിങ്ങിലൊക്കെ ആയിട്ട് ചില കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില പാർട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റീഡ് ദം. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് വായിക്കാനാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് നമ്മൾ പാലിക്കേണ്ട നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ കൂട്ടുകാർ വായിച്ച് നോക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുക. Do you know who played the major role in framing the constitution? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ
മേജർ റോൾ വഹിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ ഭീംറാവു രാംജി അംബേദ്കർ, ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, എ ന്യൂ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് ഡ്രാഫ്റ്റഡ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഭീംറാവു രാംജി അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യക്കായി പുതിയൊരു എന്തുകൊണ്ടുവന്നു, ഒരു ലോ മിനിസ്റ്ററായിട്ട് അദ്ദേഹം വരികയും ഒരു ലീഗൽ ഫ്രെയിംവർക്ക് അദ്ദേഹം നടത്തുകയും ചെയ്തു. ദിസ് ഡോക്യുമെൻ്റ് ഈസ് നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയായിട്ട് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 ജാനുവരി 1950. അപ്പോൾ 1950 ജനുവരി 26 മുതലാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. Then the constitution includes law related to the rights and duties of the citizens, governments and elections. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ടും ഉള്ളത്? ഇതിലുള്ളത് ഒരാളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഒരു സിറ്റിസൺ അല്ലേ, ഒരാൾ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു വ്യക്തി, അയാളുടെ എന്തൊക്കെ റൈറ്റ്സ് അവർക്കുണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റ്സ് എങ്ങനെയായിരിക്കണം, എലക്ഷൻസ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്ലാസ് ലൈബ്രറി. അപ്പോൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടു കൂടിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. എന്താണ് ചോദ്യം? ഫസ്റ്റ് വൺ, നെയിം ദ ഡേ ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ബീയിങ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏത് പേരിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്, എന്ത് പേരിലാണ് നമ്മളിതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ബീയിങ് ഓൺ 26 ജാനുവരി 1950. 1950 ജാനുവരി 26-നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഡേ നമ്മൾ പറയുന്നത് എന്താണ്? റിപ്പബ്ലിക് ഡേ എന്നാണ്. ഓക്കെ, അതും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, റിപ്പബ്ലിക് ഡേ. നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ അല്ലെങ്കിൽ BR അംബേദ്കർ എന്നും നമ്മൾ പറയാറുണ്ട്. വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് എവിടെ ആർക്കാണ്? ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇന്ത്യ എന്ന് ആൻസർ വരും. നെക്സ്റ്റ് വൺ, ടുഡേയ്സ് ഇന്ത്യ. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനും വന്നു, നമുക്ക് ഫ്രീഡവും കിട്ടി. പക്ഷേ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ അന്നത്തേതിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. Children shared the information they had collected from the library with their friends. Megha teacher also participated in the discussion. അപ്പോൾ കുട്ടികൾ ലൈബ്രറിയിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് ക്ലാസ്സിൽ അവർ പരസ്പരം ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ മേഘ ടീച്ചറും കൂടെ ആ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ, വാസ് ഇൻ ഇന്ത്യ ഫോംഡ് ബൈ യുണൈറ്റിംഗ് സെവറൽ പ്രിൻസ്ലി സ്റ്റേറ്റ്. ഇറ്റ് വാസ് ജോൺ ഹു റേസ്ഡ് ഔട്ട് ദിസ് ടൈം. അപ്പോൾ ടീച്ചറോട് ചോദിക്കുകയാണ്, അനേകം പ്രൊവിഷൻസ് ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് അല്ലേ, ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് ഇന്ത്യ രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് ജോഹാന്. ദെൻ യെസ് ദ ടീച്ചർ റിപ്ലൈഡ്. ടീച്ചർ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. ദീസ് പ്രൊവിൻസസ് ദാറ്റ് were merged in this way were later organized based on language for administrative convenience. These regions are known as states. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് ലാംഗ്വേജിൻ്റെ അവിടുത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അതിനെ വേർതിരിച്ചു. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ആ റീജിയനെയാണ് നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് നോക്കുന്നത്. ദ ടീച്ചർ ഇൻട്രൊഡ്യൂസ്ഡ് എ മാപ്പ് ഓഫ് ഇന്ത്യ ടു ദ ചിൽഡ്രൻ. അപ്പോൾ സ്റ്റേറ്റ് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? മാപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം അല്ലേ. കറൻ്റ്ലി ഇന്ത്യ ഹാസ് 28 സ്റ്റേറ്റ്സ്. ദ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് called its capital. Observe the map showing the states of India and their capitals. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണം നടക്കുന്ന സ്ഥലത്തിന് സെൻറ്ററിനെ പറയുന്നതാണ് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്ത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഈ മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത്. ഇതിലെന്താണ് ഓരോ സംസ്ഥാനങ്ങളും അതിൻ്റെ ക്യാപിറ്റലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കിയാലും മതി ഓരോന്നിൻ്റെയും ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ആന്ധ്രാപ്രദേശ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമരാവതിയാണ്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗറാണ്. ആസാം ഡിസ്പൂർ ആണ്. ബീഹാർ പാട്ന. ഛത്തീസ്ഗഡ് റെയ്പൂർ. ഗോവ പനാച്ചി.
ഗുജറാത്ത് ചാന്ദിനഗർ, ഹരിയാന ചാന്ദിഗർഹ്, ഹിമാചൽ പ്രദേശിൽ ഷിംലയും ധർമ്മശാലയും ഉണ്ട്. ഷിംല വിൻ്ററിലും ധർമ്മശാല സമ്മറിലും ആണ്. ചില സ്റ്റേറ്റ്സിൽ അങ്ങനെ ഉണ്ടായിരിക്കും, കാരണം അവിടെ മഞ്ഞ് മൂടുന്ന സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ. ജാർഖണ്ഡിൻ്റെ റാഞ്ചിയാണ്. കർണാടക ബാംഗ്ലൂരു, കേരള ട്രിവാൻഡ്രം, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, മണിപ്പൂർ ഇംഫാൽ, മേഘാലയ ഷില്ലോങ്, മിസോറാം ഐസ്വാൾ, നാഗാലാൻഡ് കൊഹിമ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചാന്ദിഗർഹ്, രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക്, തമിഴ്നാട് ചെന്നൈ, തെലങ്കാന ഹൈദരാബാദ്, ത്രിപുര അഗർത്തല, ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ഡെറാറ്റൂൺ ആൻഡ് ഗർസെയിൻ. ഇത് രണ്ടും വിൻ്ററിലും ഒന്ന് സമ്മറിലും ആണ്. വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത. ഇതാണ് 28 സംസ്ഥാനങ്ങളും അവയുടെ ക്യാപിറ്റൽസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇത് നോക്കി വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഈ മാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. Then prepare the list of states of India, their capitals and write in my environmental science diary. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 28 സ്റ്റേറ്റ്സ് ഏതാണെന്നും അതിൻ്റെ ക്യാപിറ്റൽസ് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അതാണ് നമ്മൾ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂട്ടുകാർ എഴുതി നോക്കുക. ഇനി അടുത്തത് യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ. Some regions in India do not have the status of state. These regions are directly governed by the central government. Have you heard of such regions? Asked Megha ടീച്ചർ ടു ദ ചിൽഡ്രൻ. അപ്പോൾ മേഘ ടീച്ചർ ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് എന്താണ് അവിടെ സംസ്ഥാനത്തിൻ്റെ പദവി അവർക്കില്ല. കാരണം അവിടെ എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടിട്ടാണ് നിയന്ത്രണത്തിലാണ് ഉണ്ടായിരിക്കുക. അവരായിരിക്കും അവിടെ ഭരണം നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ജമ്പിങ് അപ്പ് മിഗ, I have heard about them. Aren't they called union territories? അപ്പോൾ മിക പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ 28 സംസ്ഥാനങ്ങളും പിന്നെ യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. യെസ്, ദാറ്റ്സ് ഇറ്റ്. നൗ ദർ ആർ 8 യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എത്ര ഉണ്ട്? 8 യൂണിയൻ ടെറിട്ടറീസും ഇന്ത്യയിൽ ഉണ്ട്. ഒബ്സർവ് ദ മാപ്പ് ഓഫ് ഇന്ത്യ, ലൊക്കേറ്റഡ് ദ റൈറ്റ് ഓൺ ദ നെയിം ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയായിരുന്നു യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്? വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ചാന്ദിഗർഹ്, ദാൻഡ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിമു, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി. ഇത്രയുമാണ് യൂണിയൻ ടെറിട്ടറീസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസർ ടു ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്, താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇന്ത്യാസ് നെയ്ബറിങ് കൺട്രീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ നെയ്ബറിങ് കൺട്രി ആയിട്ട് പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ അറേബ്യൻ സീ. അറേബ്യൻ സീയുടെ കോസ്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിൻ്റെ കോസ്റ്റ് ആയിട്ട് തീരപ്രദേശത്തായിട്ട് വരുന്നത് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. നെക്സ്റ്റ്, ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്മോളസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഗോവയാണ്. ഓക്കെ, ഗോവയാണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്. ദ സ്റ്റേറ്റ് വിച്ച് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഏറ്റവും കൂടുതൽ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് ഏതൊക്കെയാണെന്നറിയോ? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് 9 സ്റ്റേറ്റ്സുമായിട്ട് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് മറ്റുള്ള സ്റ്റേറ്റുമായിട്ട്. കംപ്ലീറ്റ് ദ വേർഡ് ബസൽ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ വേർഡ് ബസൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനുള്ള ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. നിങ്ങളത് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സെൻട്രൽ പാർട്ടിലാണ് സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഏതാണെന്നറിയോ? മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതേണ്ടത് മധ്യപ്രദേശ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പസിൽ ബോക്സിൽ നിങ്ങൾ എഴുതി നോക്കുക, മധ്യപ്രദേശ്.
Okay, second question. The state that has a border with Nepal, Patna is the capital. Patna capital ഉള്ളത് ഏതാണ്? ബീഹാർ ആണ്. നേപ്പാളുമായിട്ട് ബോർഡർ പങ്കിടുകയും ചെയ്യുന്നുണ്ട്. ഉത്തരം എന്ന് പറയുന്നത് ബീഹാർ. അപ്പോൾ ബീഹാർ എന്ന് എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈദരാബാദ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് സ്റ്റേറ്റ്. ഹൈദരാബാദ് ഉള്ളത് ഈ സ്റ്റേറ്റിലാണ്. ഏത് സ്റ്റേറ്റിലാണ്? തെലങ്കാന. അപ്പോൾ അവിടെ എഴുതേണ്ടത് തെലങ്കാന. ഓക്കെ, തെലങ്കാന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൗൺ ആയിട്ടാണ് എഴുതേണ്ടത്. ഷെയർസ് ബോർഡേഴ്സ് വിത്ത് ദ നെയ്ബറിംഗ് കൺട്രി മ്യാൻമർ ലൊക്കേറ്റഡ് അഡജൻസ് ഇൻ ത്രിപുര. ത്രിപുരയുടെ ഒരു ഭാഗത്താണുള്ളത്. അതുപോലെ തന്നെ മ്യാൻമർ എന്താണ്? അതിൻ്റെ നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ളത് മ്യാൻമർ ആണ്. ഇത് ഏതാണ് കൺട്രി? മിസോറാം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുക മിസോറാം. നെക്സ്റ്റ് വൺ, കേരളാസ് നെയ്ബറിംഗ് സ്റ്റേറ്റ് ബാംഗ്ലൂരു ഈസ് ദ ക്യാപിറ്റൽ. ഇറ്റ്സ് ക്യാപിറ്റൽ. ബാംഗ്ലൂരു ക്യാപിറ്റൽ ഉള്ളത് ഏതാണ്? കർണാടക. കർണാടക. നെക്സ്റ്റ് വൺ, ഷെയർസ് ബോർഡേഴ്സ് വിത്ത് രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് ലൊക്കേറ്റഡ് നിയർ ഡൽഹി ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. എന്താണ്? ഡൽഹിയാണ് ഇതിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. മാത്രമല്ല രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് ഇതൊക്കെ എന്താണ്? ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ്. ഏതാണത്? അതാണ് ഹരിയാന എന്ന് പറയുന്നത്. ആക്ച്വലി ഹരിയാനയുടെ ക്യാപിറ്റലാണ് നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൊഹിമ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ദി സ്റ്റേറ്റ്. എവിടെയാണ് കൊഹിമ ഉള്ളത്? നാഗാലാൻഡിലാണ്. നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് അറേബ്യൻ സീ ഷെയർസ് എ ബോർഡർ വിത്ത് ഗുജറാത്ത്. ഗുജറാത്തുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ആരാണത്? അത് മഹാരാഷ്ട്ര എന്ന സ്റ്റേറ്റ് ആണ്. മഹാരാഷ്ട്ര. നെക്സ്റ്റ് വൺ, ബോർഡേഴ്സ് വിത്ത് ബംഗ്ലാദേശ് നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് ആസാം. ആസാമിൻ്റെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആണ്. ബംഗ്ലാദേശുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ഏതാണത്? മേഘാലയ ആണ്. മേഘാലയ. നെക്സ്റ്റ് വൺ, ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാൻ ആണ്. ഓക്കെ, രാജസ്ഥാൻ. ദെൻ അപ്പിലുള്ളത് ഒരേ ഒരെണ്ണേ ഉള്ളൂ. നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള, ചെന്നൈ ഇറ്റ്സ് ക്യാപിറ്റൽ. ഏതാണത്? തമിഴ്നാടാണ്. തമിഴ്നാട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ പസിൽ ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. ഫൈൻഡ് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓർഗനൈസ് എ ക്വിസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ ഒരു ക്വിസ് പോലെ സംഘടിപ്പിക്കുക. ഡ്രോ ദ മാപ്പ് ഓഫ് ഇന്ത്യ യൂസിങ് എ ട്രേസിംഗ് പേപ്പർ ആൻഡ് മാർക്ക് ദ സ്റ്റേറ്റ്സ് പേസ്റ്റ് ഓൺ ദ തിക്ക് പേപ്പർ. കട്ട് ദ സ്റ്റേറ്റ്സ് ഔട്ട് ആൻഡ് എ പ്ലേ ജിക്സോ യൂസിങ് ദം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഒരു മാപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഗെയിം പോലെ ക്ലാസ്സിൽ കളിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാ സ്റ്റേറ്റ്സും മനസ്സിലാക്കാനും അതിൻ്റെ ക്യാപിറ്റലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ, ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഡു പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്? എല്ലാവരും സെയിം ലാംഗ്വേജ് ആണോ സംസാരിക്കുന്നത്? അല്ല. നമ്മൾ പറഞ്ഞു ലാംഗ്വേജിൻ്റെ ബേസിലാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയെ ഇങ്ങനെ സ്റ്റേറ്റ് തിരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓരോരുത്തരും സംസാരിക്കുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ്. ഡു ഓൾ ഇന്ത്യൻസ് ഡ്രസ് ഇൻ ദ സെയിം വേ? എല്ലാവരും ഒരേ രീതിയിലാണ് ഡ്രസ്സ് ധരിക്കുന്നത്? അല്ല. കേരളത്തിലുള്ള പോലെയല്ല, തമിഴ്നാട്ടിൽ അതുപോലെയല്ല, കർണാടകയിൽ. ഇനി നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ദെൻ ആർ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ഇൻ ദ സെയിം ഓൾ ഓവർ ഇന്ത്യ? ഷെയർ യുവർ ഒപ്പീനിയൻ. അപ്പോൾ ഇന്ത്യയിലെ ഫെസ്റ്റിവൽസും സെലിബ്രേഷൻസും ഒക്കെ ഇന്ത്യയിൽ മൊത്തം ഒരുപോലെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യ ഈസ് സ്പെഷ്യൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്? യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയിൽ വളരെയധികം ഡിഫറൻ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈവൻ ദോ വി ഹാവ് ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ്, വി ആർ ഓൾ സെലിബ്രേറ്റ് വിത്ത് ജോയ്, ലവ് ആൻഡ് ടുഗെദറൻസ്. ദാറ്റ്സ് വാട്ട് മേക്സ് ഇന്ത്യ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്? ഫെസ്റ്റിവൽസും സെലിബ്രേഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതുമുണ്ട്. വളരെ സന്തോഷത്തോടും വളരെ സ്നേഹത്തോടും കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറിയിട്ടുള്ളത്. ദെൻ വൺ നേഷൻ മെനി ലാംഗ്വേജസ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നേഷൻ ആണെങ്കിലും അവിടെ എന്താണ്? ഒരുപാട് ലാംഗ്വേജസ് നമുക്കുണ്ട് അല്ലേ. മലയാളം ഈസ് ദ മദർ ടങ് ഓഫ് കേരള. കേരളയിലാണെങ്കിൽ മലയാളമാണ് നമ്മുടെ മദർ ടങ് ആയിട്ടുള്ളത്. വാട്ട് ഈസ് ദ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ നെയ്ബറിംഗ് സ്റ്റേറ്റ് തമിഴ്നാട്? വാട്ട് അബൌട്ട് കർണാടക? അപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴാണ് സംസാരിക്കുന്നത്, കർണാടകയിലാണെങ്കിൽ കന്നഡയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റും അതിൻ്റെ ലാംഗ്വേജസും കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ അതൊന്ന് നോക്കാം. ആന്ധ്രാപ്രദേശിൽ തെലുങ്കു ആണ്, അരുണാചൽ പ്രദേശിൽ ഇംഗ്ലീഷാണ്, അസാമിലാണെങ്കിൽ അസാമീസ് ആണ്,
ബീഹാറിൽ ഹിന്ദി, ഛത്തീസ്ഗഡിൽ ഹിന്ദി, ഗോവയിൽ കൊങ്കിണി, ഗുജറാത്തിൽ ഗുജറാത്തി, ഹരിയാനയിൽ ഹിന്ദി, ഹിമാചൽ പ്രദേശിൽ ഹിന്ദി, ജാർഖണ്ഡിൽ ഹിന്ദി, കർണാടകയിൽ കന്നഡ, കേരള മലയാളം, മധ്യപ്രദേശ് ഹിന്ദി, മഹാരാഷ്ട്ര മറാത്തി, മണിപ്പൂർ മണിപ്പൂരി, മേഘാലയ ഇംഗ്ലീഷ്, ഗാസി ഗാരോ ഈ 3 ലാംഗ്വേജും അവർ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മിസോറാമിൽ മിസോ എന്ന ലാംഗ്വേജ് ആണ്, നാഗാലാൻഡ് ഇംഗ്ലീഷ്, ഒഡീഷ ഒഡിയ, പഞ്ചാബ് പഞ്ചാബി, രാജസ്ഥാൻ ഹിന്ദി, സിക്കിം നേപ്പാളി, തമിഴ്നാട് തമിഴ്, തെലങ്കാന തെലുങ്കു, ത്രിപുര ബംഗാളി, ഉത്തർപ്രദേശ് ഹിന്ദി, ഉത്തരാഖണ്ഡ് ഹിന്ദി, വെസ്റ്റ് ബംഗാൾ ബംഗാളി. ഇപ്പം ഇത്രയും ലാംഗ്വേജ് ആണ് നമ്മുടെ ഇന്ത്യയിൽ സംസാരിക്കുന്നത്. ഇനി ഇതൊക്കെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, ഇതല്ലാതെയും ഒരുപാട് ലാംഗ്വേജസ് സംസാരിക്കുന്നുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ലാംഗ്വേജുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ മേജറായിട്ട് എല്ലാവരും കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഹിന്ദിയാണ്. അതുകൊണ്ടാണ് ഹിന്ദിയെ നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട്, ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പറയുന്നത്. ദെൻ അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്സും അതിൻ്റെ ലാംഗ്വേജ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ മേലെ നോക്കിയത്. ഹാവ് യു നോട്ടീസ്ഡ് ഇൻ ഹൗ മെനി ലാംഗ്വേജസ് ദ വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി ഈസ് ഡിനോട്ടഡ്? അപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ എത്ര ലാംഗ്വേജ് ആണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കറിയോ? 17 ആണുള്ളത്. ഓക്കെ, 17 ലാംഗ്വേജിലാണ് ഇന്ത്യൻ കറൻസിയിൽ എഴുതിയിട്ടുള്ളത്. ഇത് 17 ഉണ്ടായിരിക്കും. ദെൻ വൺ നേഷൻ മെനി കോസ്റ്റ്യൂം. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ നോക്കൂ, ഇവിടെ എല്ലാവരും ഒരേ രീതിയിലാണോ വസ്ത്രം ധരിച്ചിട്ടുള്ളത്? അല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഒഫീഷ്യൽ നമുക്കറിയാം സാരിയും ഷർട്ടും മുണ്ടുമാണ് നമ്മൾ ധരിക്കാറുള്ളത് അല്ലേ. പക്ഷേ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ വേറെ രീതിയിലാണുള്ളത് എന്ന് മാത്രം. ഡിഡ് യു നോട്ടീസ് ദ ഡിഫറൻസ് ഇൻ ദ വേ ഓഫ് ഡ്രസ്സിംഗ് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ? നമുക്കറിയാം ഇന്ത്യയിലെ ആളുകൾ ഡ്രസ്സ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഓർഗനൈസ് എ ഡിജിറ്റൽ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് റീജിയനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ആൽബം പോലെ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. നൗ ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് സം ഫെസ്റ്റിവൽസ് ഇൻ അവർ കൺട്രി. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസും സെലിബ്രേഷൻസും ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസും ഉണ്ട്. വിച്ച് ഫെസ്റ്റിവൽ ഷോൺ ഇൻ ദ പിക്ചർ ആർ യു ഫെമിലിയർ വിത്ത്? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഷോൺ ചെയ്തിട്ടുള്ളത്? ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ദിവാലിയാണല്ലേ. ഇത് ഈദാണ്, ഇത് ഓണമാണ്, ഇത് ക്രിസ്മസ് ആണ്. അപ്പോൾ ഇവിടെ ദിവാലി, ഈദ് ഉൽ ഫിത്തർ, ക്രിസ്മസ്, പിന്നെ എന്തൊക്കെ നമ്മൾ നവരാത്രി, പൊങ്കൽ, ഓണം, ഹോളി ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് ആണ്. ദെൻ പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് മോർ പിക്ചേഴ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം നിങ്ങൾ തയ്യാറാക്കുക. ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങിനെ കുറിച്ചും ലാംഗ്വേജിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇനി എന്താണ് ആർട്ട് ഫോംസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആർ ഓൾ ആർട്ട് ഫോംസ് ദ സെയിം അക്രോസ് ഇൻ ഇന്ത്യ? ഇത് ഇന്ത്യയിൽ എന്താണ് എല്ലായിടത്തും കാണുന്ന, അല്ലെങ്കിൽ ഒരേ സ്ഥലത്താണോ ഇതെല്ലാം ഉള്ളത്? അല്ല, ഓരോന്നും ഓരോ സ്റ്റേറ്റ്സിലാണ് ഉള്ളത്. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് ഓഫ് ദീസ് ഡാൻസ് ഫോംസ് ആർ യു ഫെമിലിയർ വിത്ത്? ഇത് നമുക്ക് ഫെമിലിയർ ആണോ? ഇപ്പോൾ കുച്ചിപ്പിടി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം. കഥക് നമ്മളങ്ങനെ കേട്ടിട്ടില്ല അല്ലേ. ബാക്കി മണിപ്പൂരിയും കേട്ടിട്ടില്ല. കുച്ചിപ്പിടി, അതുപോലെ തന്നെ മോഹിനിയാട്ടം, ഭരതനാട്യം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ കേരളത്തിലുള്ളതല്ല. എവിടെ നിന്നുള്ളതാണെന്ന് നമുക്ക് ജസ്റ്റ് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. മോഹിനിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയാണ്. ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അതുപോലെ തന്നെ കുച്ചിപ്പിടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. കഥക് ഉത്തർപ്രദേശാണ്. മണിപ്പൂരിലേതാണ്. ഓക്കെ, then you have understood how diverse the Indians are in language, dress, festivals and art forms. അപ്പോൾ നമുക്ക് മനസ്സിലായി ലാംഗ്വേജിലായിക്കോട്ടെ, ഡ്രസ്സിലായിക്കോട്ടെ, ഫെസ്റ്റിവൽസിലായിക്കോട്ടെ, ആർട്ട് ഫോംസിലായിക്കോട്ടെ എല്ലാം എന്താണ് അവിടെ ഡൈവേഴ്സിറ്റി ആണ് കാണുന്നത്. അതിൽ എല്ലാവരും സിമിലർ അല്ല എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് സം ഓഫ് ദ സിംബൽസ് ആൻഡ് യൂണിറ്റി ആസ് ഇന്ത്യൻസ് ഡിസ്പൈറ്റ് ഇൻ ദ ഡൈവേഴ്സിറ്റി. പക്ഷെ എന്താണ് ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും അല്ലെങ്കിൽ യൂണിറ്റിയിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സിംബൽസ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ നാഷണൽ ആന്തം, നാഷണൽ എംബ്ലം, നാഷണൽ സോങ്, നാഷണൽ ഫ്ലാഗ്, നാഷണൽ റിവർ, നാഷണൽ ബേർഡ്, നാഷണൽ ഫ്ലവർ ഇതൊക്കെ നമുക്ക് സെയിം ആണ്. ഇതിലെല്ലാം നമ്മൾ യൂണിറ്റി ഉള്ളതാണ്. നമ്മൾ അതിനെയെല്ലാം റെസ്പെക്റ്റ് ചെയ്യുകയും കൂടെ വേണം. നെക്സ്റ്റ് നാഷണൽ ആന്തത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വി സിംഗ് ദ നാഷണൽ ആന്തം ഇൻ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ നമ്മൾ നാഷണൽ ആന്തം ഒക്കെ പാടാറുണ്ട് അല്ലേ. അവർ നാഷണൽ ആന്തം ജനഗണമന വാസ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഇത് ആരാണ് എഴുതിയിട്ടുള്ളത് കൂട്ടുകാർക്ക് അറിയോ? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്.
ദെൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ നമുക്കൊന്ന് കണ്ടെത്താം. ഇൻ വിച്ച് ലാംഗ്വേജ് ഈസ് ദ നാഷണൽ ആന്തം റിട്ടൺ? നാഷണൽ ആന്തം ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് എന്നറിയോ? എഴുതിയിട്ടുള്ളത് ബംഗാളി ലാംഗ്വേജിലാണ്. ദെൻ ഹൗ ഷുഡ് വൺ സ്റ്റാൻഡ് വൈൽ സിംഗിങ് ദ നാഷണൽ ആന്തം? അപ്പോൾ ദേശീയ ഗാനം നാഷണൽ ആന്തം ആലപിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? വി ഷുഡ് സ്റ്റാൻഡ് സ്ട്രൈറ്റ് ആൻഡ് ഷോ റെസ്പെക്ട് വൈൽ സിംഗിങ് ദ നാഷണൽ ആൻഡ് വി ഷുഡ് നോട്ട് ടോക്ക് ലാഫ് ഓർ മൂവ് അറൗണ്ട്. അപ്പോൾ നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് സ്ട്രെയിറ്റ് സ്റ്റാൻഡ് ആയിട്ട് നിൽക്കണം. അതുമാത്രമല്ല നമ്മൾ സംസാരിക്കുകയോ ചിരിക്കുകയോ മൂവ് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. വാട്ട് ഈസ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ഫോർ സിംഗിങ് ദ നാഷണൽ ആന്തം? അപ്പോൾ നാഷണൽ ആന്തം പാടാൻ വേണ്ടി നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിലാണ് നമ്മൾ പാടേണ്ടത്. എത്രയാണെന്ന് അറിയോ? 52 seconds ആണ് നമ്മൾ ഒരു നാഷണൽ ആന്തം പാടാൻ വേണ്ടി എടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാഷണൽ എംബ്ലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒബ്സർവ് ദ ഇമേജ് ഓഫ് അവർ നാഷണൽ എംബ്ലം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത്. ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ ഈസ് അഡോപ്റ്റഡ് ഫ്രം ദ പില്ലർ ബിൽഡ് ബൈ എംപറർ അശോക അറ്റ് സർണനാഥ് ഇൻ ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിലെ സർണനാഥ് എന്ന സ്ഥലത്ത് അശോക ചക്രവർത്തി സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്തൂപത്തിൽ നിന്നാണ് നമ്മളിത് സ്വീകരിച്ചിട്ടുള്ളത്. ദ ലൈൻസ് ഫേസിംഗ് ഓൾ 4 directions ആർ ദ പ്രോമിനൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് എംബ്ലം. അപ്പോൾ 4 ദിക്കിലേക്കും നോക്കി നിൽക്കുന്ന ഈ സിംഹമാണ് ഇതിലെ ഏറ്റവും വലിയ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. ധർമ്മചക്ര, വീൽ ഓഫ് ധർമ്മ എന്നുള്ളതാണ്. സീൻ അറ്റ് ദ ബോട്ടം സെന്റർ ഈസ് ദ അശോക ചക്ര. ഇറ്റ് ഹാസ് 24 spokes. അപ്പോൾ ഇതിൽ എന്താണുള്ളത്? ഒന്നിൽ ധർമ്മചക്ര, അശോക ചക്രമുണ്ട്. അശോക ചക്രത്തിന്റെ ഉള്ളിൽ 24 സ്പോക്സും കൂടെ ഉണ്ട്. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആൻസർ എന്ന് നോക്കാം. വാട്ട് ഈസ് ദ സെന്റൻസസ് ഇൻസ്ക്രൈബ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ എംബ്ലം? വാട്ട് ഡസ് ഇറ്റ് മീൻസ്? ഇതിലെ ഈ മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ദ സെന്റൻസ് ഈസ് സത്യമേവ ജയത. ഇറ്റ് മീൻസ് ഓൺലി ട്രൂത്ത് വിൻസ്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? സത്യമേവ ജയതേ എന്നുള്ളതാണ്, സത്യം മാത്രമേ ജയിക്കൂ എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അതർ എനിമൽസ് സീൻ ഇൻ ദ എംബ്ലം? ഈ എംബ്ലത്തിൽ വേറെ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ദ ലയൺ, ക്യാപിറ്റൽ ഓഫ് അശോക, ആസ് 4 animals on it: lion, elephant, horse, bull. These animals are carved around the circular base. അപ്പോൾ ഇതിലുള്ളത് ലയൺ, എലിഫന്റ്, ഹോഴ്സ്, ബുൾ ഇതൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നാഷണൽ സോങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വന്ദേ മാതരം റിട്ടൺ ബൈ Bankim Chandra Chatterjee is our national song. It is composed in Bengali with selected Sanskrit words. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് നമ്മുടെ വന്ദേ മാതരം എന്നുള്ള നാഷണൽ സോങ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ബംഗാളിലാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സാൻസ്ക്രിറ്റിലെ വേർഡ്സ് ആണ് ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. സിംഗ് ദ നാഷണൽ സോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഇൻ ദ അസംബ്ലി. അപ്പോൾ അസംബ്ലിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നാഷണൽ സോങ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പാടി നോക്കുക. ഐഡൻറ്റിഫൈ ദ അതർ നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ, കളക്ട് ഇൻഫർമേഷൻ ആൻഡ് ദ പിക്ചേഴ്സ് അബൌട്ട് ദം, ഡിസ്പ്ലേ ഇൻ ദ എൻവയോൺമെൻറ്റൽ സയൻസ് കോർണർ. അപ്പോൾ നിങ്ങൾക്ക് നാഷണൽ സോങ്ങിനെ കുറിച്ചിട്ടും എംബ്ലത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ആന്തത്തെ കുറിച്ചിട്ടും മനസ്സിലാക്കി അല്ലേ. ഇനിയും ഒരുപാടുണ്ട്. നാഷണൽ ബേർഡ്, നാഷണൽ ഫ്ലവർ, നാഷണൽ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് സയൻസ് കോർണറിൽ നിങ്ങളത് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. വി മസ്റ്റ് എക്സ്പ്രസ് അവർ ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ അവർ കൺട്രി ആൻഡ് നാഷണൽ സിംബിൾസ് ഓൾസോ. ഡിസ്റെസ്പെക്ട് ടു നാഷണൽ സിംബിൾസ് ഈസ് പണിഷബിൾ. അപ്പോൾ എന്താണ്? നമ്മളെപ്പോഴും നമ്മുടെ നാഷണൽ സിംബിൾസിനെയൊക്കെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ലവ് ചെയ്യണം. ഇനി അതല്ല, ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് പണിഷബിൾ ആണെന്നാണ് പറയുന്നത്, ശിക്ഷാർഹമാണ്. ഇന്ത്യ അവർ പ്രൈഡ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എപ്പോഴും നമ്മുടെ അഭിമാനമാണ് അല്ലേ. വി അണ്ടർസ്റ്റുഡ് ദ പാസ്റ്റ് ദാറ്റ് വി ഹാവ് ട്രാവൽഡ് ഫ്രം ദ സ്ലേവറി ഓഫ് ബ്രിട്ടീഷ് ടു ടുഡേയ്സ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആ ഒരു സ്ലേവറിയിൽ നിന്നും ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്ക് നമ്മൾ സഞ്ചരിച്ച വഴികൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഫ്രീഡം ദാറ്റ് വി ഗെയിൻഡ് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ലിവ്സ് ഓഫ് തൗസൻഡ്. അപ്പോൾ 1000 ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രീഡം നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ ഡൈവേഴ്സ് ഇൻ ലാംഗ്വേജ്, ഡ്രസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ് അക്രോസ് ഡിഫറെൻറ്റ് റീജിയൻസ്. ഡിസ്പൈറ്റ് ദീസ് ഡൈവേഴ്സിറ്റീസ് വി ആർ യുണൈറ്റഡ് ആസ് ഇന്ത്യൻസ്. അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, നമ്മൾ ഏതൊക്കെ വേഷത്തിലായിക്കോട്ടെ, ഏതൊക്കെ ജീവിത രീതിയിലായിക്കോട്ടെ, എവിടെയൊക്കെ പോയാലും പക്ഷെ നമ്മൾ എന്താണ്? ഇന്ത്യൻസ് ആണ്. അതിൽ നമുക്ക് യാതൊരു മാറ്റവും ഇല്ല. സോ ദീസ് സെൻസ് ഓഫ് യൂണിറ്റി ഈസ് നോൺ ആസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പോയാലും ഏത് വൈവിധ്യത്തിലാണെങ്കിലും നമ്മളെന്താണ് അവിടെ നമുക്ക് യൂണിറ്റി ഉണ്ട്, നമ്മൾ ഇന്ത്യൻസ് ആണ് എന്നുള്ളത്.
സോ ലെറ്റ്സ് സേ ഇറ്റ്സ് ടുഗെദർ ഇസ് വൺസ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് വീണ്ടും പറയാം, ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. മൈ ഓൺ കൺട്രി, എൻ്റെ സ്വന്തം രാജ്യമാണ്. ഐ വാല്യൂ ഇന്ത്യ മച്ച് മോർ ദാൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിനേക്കാളും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്ത്യക്കാണ് എന്നുള്ളത് നമ്മൾ പറയാം. നമ്മൾ ലോകത്ത് എവിടെ പോയാലും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഇന്ത്യൻസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു അഭിമാനം തന്നെയാണ് അല്ലേ. നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും നാണക്കേടല്ല, നമുക്കത് അഭിമാനം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. ഇനി നമുക്കിതിലെ ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനം നോക്കാം. ഫസ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത്? നമ്മുടെ ഓഗസ്റ്റ് 15, 1947 ആണ്. അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് വൺ, ദ ഡേ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്? എന്നായിരുന്നു? ജാനുവരി 26, 1950 ആണല്ലേ. സോ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ ആണ്. ക്വിറ്റ് ഇന്ത്യ നടന്നിട്ടുള്ളത് എന്നായിരുന്നു? ഓഗസ്റ്റ് 8, 1942 ആണ്. അപ്പോൾ ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഗാന്ധിജീസ് ഡേ ഓഫ് ഡെത്ത് ആണ്. എന്നാണ് ഗാന്ധിജി മരിച്ചിട്ടുള്ളത്? ജാനുവരി 30, 1948 ആണ്. അപ്പോൾ ഫസ്റ്റിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാണ്? ഏത് ദിവസമാണ്? നവംബർ 26, 1949 ആണ്. അപ്പോൾ ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് വൺ ആണ് നോക്കാനുള്ളത്. മാർക്ക് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതാണ് സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ, ഗോവ ഷെയർസ് എ ബോർഡർ വിത്ത് കേരള. ഗോവ കേരളവുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് തെറ്റാണ്. സെക്കൻഡ് വൺ, ഇന്ത്യ ഹാസ് കോസ്റ്റൽ ലൈൻസ് ബൈ ദ അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളുമായിട്ടും അറേബ്യൻ സീയുമായിട്ട് കോസ്റ്റൽ ലൈൻസ് ഉള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് വൺ, ഇന്ത്യ ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അതും ശരിയാണ്. ഇന്ത്യ ഹാസ് 5 നെയ്ബറിങ് കൺട്രീസ്. ഇന്ത്യക്ക് 5 നെയ്ബറിങ് കൺട്രീസ് ഉണ്ട്. അതെന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതിലെ സെക്കൻഡും തേർഡും മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ളത്, ബാക്കി രണ്ടും ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലെറ്റ്സ് അസസ് എന്നുള്ള പ്രവർത്തനം. നെക്സ്റ്റ് വൺ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് പാഠഭാഗം എന്ന് പറയുന്നത് വിങ്ഡ് ബഡീസ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും വിങ്ഡ് ബഡീസ് ആട്ടോ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.